Hi all, welcome back to Click. കമ്പ്യൂട്ടിങ്ങിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റംസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4 നമ്പർ സിസ്റ്റംസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ബി ആണെങ്കിൽ അതിനകത്ത് ബി ഡിഫറെന്റ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് സിമ്പിൾസ് അവൈലബിൾ ആയിരിക്കും. അതെന്ന് പറയുന്നത് 0 to B-1 വരെയുള്ള സിമ്പിൾസ് ആയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ ഇൻ കേസ് ഓഫ് ഡെസിമൽ നമ്പർ സിസ്റ്റം ബേസ് 10 ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് സിമ്പിൾസ് അല്ലെങ്കിൽ യുണീക് സിമ്പിൾസ് എന്ന് പറയുന്നത് 0 to base-1 which is 10 minus 1 is equal to 9. 0 to 9 വരെയുള്ള സിമ്പിൾസ് ആയിരിക്കും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. സിമിലർലി ഇൻ കേസ് ഓഫ് ബൈനറി നമ്പർ സിസ്റ്റം 0 to base-1, 2 minus 1 എത്രയാണ് 1, 0, 1 ഈ രണ്ട് സിമ്പിൾസ് യുണീക് സിമ്പിൾസ് ആയിരിക്കും ബൈനറി നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. കമ്മിങ് ടു ഒക്ടൽ നമ്പർ സിസ്റ്റം 0 to 8 minus 1 which is 7. 0 to 7 വരെയുള്ള യുണീക് സിമ്പിൾസ് ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം 0 to 16 minus 1 which is 15. അതായത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ 0 to 9 വരെയുള്ള സിമ്പിൾസ്, ദെൻ 8 to F വരെയുള്ള സിമ്പിൾസ്, അങ്ങനെ ടോട്ടൽ ഓഫ് 16 യുണീക് സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ നമ്പർ സിസ്റ്റവും വെയ്റ്റഡ് നമ്പർ സിസ്റ്റംസ് ആണ്. കാരണം ഇതിൽ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പൊസിഷണൽ വെയിറ്റേജ് കാണും. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണെങ്കിൽ പൊസിഷണൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. 10 power 0, 10 power 1 അങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കാം. ബൈനറിയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും 2 power 0, 2 power 1 അങ്ങനെ പോകും. ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ ബേസ് 8 ആണ്, അതുകൊണ്ട് തന്നെ 8 power 0, 8 power 1 അങ്ങനെ പോകും. ഹെക്സാഡെസിമലിന്റെ കാര്യത്തിൽ 16 power 0, 16 power 1 അങ്ങനെ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്പർ സിസ്റ്റംസ് എടുക്കുകയാണെങ്കിൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൺവേർഷൻ ഓഫ് നമ്പർ സിസ്റ്റം ആയിരിക്കും. 5 ടൈപ്പ് കൺവേർഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരിക. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡെസിമൽ ടു എനി അതർ നമ്പർ സിസ്റ്റം കൺവേർഷൻ. ഓക്കെ, ഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ടുള്ള ഒരു കൺവേർഷൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് നമുക്കത് ചെയ്തു നോക്കാം. നമുക്കൊരു ഡെസിമൽ വാല്യൂ തന്നിട്ടുണ്ട് 10.25, ബേസ് 10 ആണ്, ഡെസിമൽ വാല്യൂ ആണ്. അപ്പം ഡെസിമൽ ടു എനി നമ്പർ സിസ്റ്റം ആയിക്കോട്ടെ, ഏത് നമ്പർ സിസ്റ്റം ആയിക്കോട്ടെ, നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്പറിനകത്ത് ഒരു ഇൻഡിജർ പാർട്ട് ഉണ്ട്, ഒരു ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട്, ഇവിടെ ഒരു റാഡിക്സ് പോയിന്റും നമുക്ക് തന്നിട്ടുണ്ട്. സോ ഈ റാഡിക്സ് പോയിന്റിന്റെ ലെഫ്റ്റിലുള്ള ഭാഗം വിച്ച് ഇസ് ഇൻഡിജർ പാർട്ട് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം കണ്ടിന്യൂസ് ഡിവിഷൻ ആണ്. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, കിട്ടുന്ന വാല്യൂ ഇവിടെ എടുത്തെഴുതുന്നു, റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുന്നു. ദെൻ നെക്സ്റ്റ് 2 ടൈംസ് പോവും, 4 ആണ് വരുന്നത്, 1 റിമൈൻഡർ വരും, അഗെയിൻ 2 1 ടൈം പോവും, റിമൈൻഡർ 0, അഗെയിൻ 2 പോവോ ഇല്ല. കോഷ്യന്റ് 0 ആവുന്നത് വരെ നമ്മൾ ഈ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ നമുക്ക് റിമൈൻഡർ 1 വരും. അറ്റ് ദ എൻഡ് നമ്മൾ എന്ത് ചെയ്യണം, താഴെ നിന്ന് മേളിലോട്ട് റീഡ് ചെയ്യണം. ആ ഒരു രീതിയിൽ താഴെ നിന്ന് മേളിലോട്ട് എന്ന ഓർഡറിൽ വാല്യൂസ് എടുത്തെഴുതുക. 1 0 1 0 ബേസ് 2. ഇത്രയാണ് 10 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിന് ഈക്വലന്റ് ആയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇത് മാത്രം കണ്ടാൽ മതിയോ? പോരാ. ഇനി നമുക്ക് ഈ റാഡിക്സ് പോയിന്റിന്റെ അപ്പുറം, അതായത് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, റാഡിക്സ് പോയിന്റിന്റെ ഇപ്പുറം ഇൻറ്റിജർ പാർട്ട് നമ്മൾ കണ്ടിന്യൂസ് ഡിവിഷൻ ആണ് ചെയ്തതെങ്കിൽ റാഡിക്സ് പോയിന്റിന്റെ വലതുവശം ഫ്രാക്ഷണൽ പാർട്ടിന് നമ്മൾ ചെയ്യേണ്ട കാര്യം കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് 0.25 into 2 എത്രയാണ് നമുക്ക് കിട്ടുക? 0.50. ഇവിടെ ഈ ഫ്രാക്ഷണൽ പാർട്ടിന് ലെഫ്റ്റിലേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ അത് നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി ആണ്, അത് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതണം. ഓക്കെ, ഇത് ക്യാരി ആണ്, മറക്കരുത്. ദെൻ കിട്ടിയിട്ടുള്ള വാല്യൂ 0.50, അതായത് 0.5 into 2 ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു 1.0. ഇനി എന്ത് ചെയ്യണം?
ഈ ക്യാരി ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുക. ഈ കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത് ഈ പറയുന്ന റാഡിക്സ് പോയിന്റിന്റെ റൈറ്റ് സൈഡ് ഫ്രാക്ഷണൽ പാർട്ട് 0 ആവുന്നത് വരെയാണ് നമ്മൾ ഈ കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കിട്ടിയിട്ടുള്ള വാല്യൂ നമുക്ക് എടുത്തെഴുതാം. അതായത് 0.25 ബേസ് 10 ഈസ് ഈക്വൽ ടു കിട്ടിയിട്ടുള്ള വാല്യൂ മേലെ നിന്ന് താഴേക്ക് എന്ന ഓർഡറിൽ നമുക്ക് എടുത്തെഴുതിയ, അതായത് 0.01 ബേസ് 2 ഇതാണ് 0.25ന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് 10.25 ബേസ് 10 ആണ് തന്നിട്ടുള്ളത്. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, അപ്പോൾ 1010.01 ബേസ് 2 ഈ തന്നിരിക്കുന്ന ഡെസിമൽ വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ ഇതാണ്. ഒക്ടൽ, ഹെക്സാഡെസിമൽ എന്നീ പറയുന്ന രണ്ട് നമ്പർ സിസ്റ്റം കൂടെ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു. ഒക്ടലിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്, ഹെക്സാഡെസിമലിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. ഡെസിമൽ ടു ഒക്ടൽ, ഡെസിമൽ ടു ഹെക്സ്, ഇതും ഈ രണ്ട് കൺവേർഷനും കൂടെ നമുക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ഇതിനെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, സിസ്റ്റമാറ്റിക്കലി ചെയ്യുമ്പോൾ നമ്മൾ ബൈനറിക്കകത്ത് കണ്ടു, ബൈനറിയുടെ ബേസ് 2 ആയതുകൊണ്ട് തന്നെ ഡെസിമൽ ടു ബൈനറി കൺവേർട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ഡിവിഷൻ ആയിക്കോട്ടെ, കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തത് 2 ആയിരുന്നു അല്ലെ. ഒക്ടലിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 2 നമ്മൾ 8 യൂസ് ചെയ്യാം. ഹെക്സാഡെസിമലിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 16 യൂസ് ചെയ്യാം. അതായത് 8 യൂസ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ഡിവിഷനും കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്നു. ദെൻ ഹെക്സ് ആണെങ്കിൽ 16 യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ഡിവിഷനും കണ്ടിന്യൂസ് മൾട്ടിപ്ലിക്കേഷനും ചെയ്യുന്നു. ബൈനറി കമ്പാരിറ്റീവ്ലി ഈസിയാണ് ഒക്ടലിനെയും ഹെക്സിനെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഈ പറയുന്ന ഒക്ടലിലോട്ടും ഹെക്സിലോട്ടും കൺവേർട്ട് ചെയ്യേണ്ട കേസസ് വരികയാണെങ്കിൽ ആദ്യം തന്നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ദെൻ ഒക്ടലിലേക്കോ അല്ലെങ്കിൽ ഹെക്സാഡെസിമലിലേക്കോ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ തന്നിരിക്കുന്ന ഡെസിമൽ വാല്യൂ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാണ്. 10.25 ബേസ് 10 നമ്മൾ ഓൾറെഡി അത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാല്യൂവിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ, ബൈനറിയുടെ ബേസ് നമുക്കറിയാം 2, ഒക്ടലിന്റെ ബേസ് 8 ആണ്. ആ കേസിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടിയിട്ടുള്ള ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 3 ഡിജിറ്റ്സ് വരുന്ന ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ഫ്രാക്ഷണൽ പോയിന്റ് അല്ലെങ്കിൽ റാഡിക്സ് പോയിന്റിന്റെ ലെഫ്റ്റിലോട്ട് ഫസ്റ്റ് 3 ഡിജിറ്റ്സ് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എടുത്തത് 010 എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 2 അല്ലെ. ദെൻ 001 ആണ് വരുന്നത് അല്ലെ, കാരണം ലെഫ്റ്റിലോട്ട് വേറെ ഡിജിറ്റ്സ് ഇല്ല. 001 എന്ന് പറയുമ്പോൾ 1 ആണ്. സോ 1 2 എന്നതാണ് 1010 അല്ലെങ്കിൽ 10 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂവിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ വാല്യൂ. ഓക്കെ, ഇനി ഫ്രാക്ഷണൽ പോയിന്റ് അല്ലെങ്കിൽ റാഡിക്സ് പോയിന്റ് അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഇങ്ങോട്ട് റൈറ്റിലോട്ടും അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടും 010 എന്നാണ് കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു 2 അഗൈൻ. സോ നമുക്ക് പറയാം 10.25 ബേസ് 10 ഈസ് ഈക്വൽ ടു 12.2 ബേസ് 8. ഇനി ഇൻ കേസ് ഓഫ് സേ നമുക്ക് ബൈനറിനെ ഹെക്സിലേക്കായിരുന്നു കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയിട്ടുള്ള ബൈനറി വാല്യൂ നേരത്തെ ആ 10.25 ബേസ് 10 എന്ന് പറയുന്ന ഡെസിമൽ വാല്യൂന് ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ എത്രയാണ്, 1010.01 ബേസ് 2 അല്ലെ. അതിനെ ഹെക്സിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 4 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പായിട്ട് തിരിക്കണം. അപ്പൊ ഈ റാഡിക്സ് പോയിന്റ് ലെഫ്റ്റിൽ 1010 അതൊരൊറ്റ ഗ്രൂപ്പായിട്ട് എനിക്ക് തിരിക്കാം. 1010 ഈസ് ഇക്വലന്റ് ടു എ അല്ലെ, എക്സ് വാല്യൂ എന് ഈക്വൽ ആണ്. ഇനി റൈറ്റിലോട്ട് ഈ റാഡിക്സ് പോയിന്റ് റൈറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ 0100 ആണ്. 2 സീറോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. സോ 0100 എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടെ എനിക്ക് എന്ത് എഴുതാം, ഈ തന്നിട്ടുള്ള 10.25 ബേസ് 10 ഈസ് ഈക്വൽ ടു a.4 ബേസ് 16. ഓക്കെ, ഇവിടെ നമ്മൾ ഡെസിമൽ ടു എനി നമ്പർ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞു, ബൈനറി ടു ഒക്ടലും ബൈനറി ടു ഹെക്സാഡെസിമലും കൺവേർഷൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ബൈനറി ടു ഒക്ടലും ഹെക്സാഡെസിമലും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ തിരിച്ച് ഒക്ടൽ ടു ബൈനറി ആൻഡ് ഹെക്സാഡെസിമൽ ടു ബൈനറി കൂടി നോക്കാം. സി, നമ്മുടെ ക്വസ്റ്റ്യനിൽ 10.25 ബേസ് 10 ആണ്
കൺവേർട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നത്. സോ അതിനെ ആദ്യം തന്നെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. 1010.01 ബേസ് 2 എന്നാണ് കിട്ടിയത്. ദിസ് ഈസ് ഈക്വൽ ടു 12.2 ബേസ് 8. അതായത് ഒക്ടലില് ഈ 12.2ന് ഈക്വലന്റ് ആണ് ഈ പറയുന്ന വാല്യൂ. ദിസ് ഈസ് ഈക്വൽ ടു 8.4 ബേസ് 16. ഇനി നമ്മൾ ഏതാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒക്ടൽ ടു ബൈനറി. ഒക്ടൽ നമ്പർ വാല്യൂ നമുക്ക് ഇവിടെ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് 12.2 ബേസ് 8 എന്നുള്ളത്. ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ തന്നിട്ടുള്ള നമ്പറിലെ ഓരോ ഡിജിറ്റ്സും 3 ബിറ്റ്സ് വരുന്ന ഈക്വലന്റ് ബൈനറി വാല്യൂ ആയിട്ട് എടുത്തെഴുതിയാൽ മതിയാവും. 1 എന്ന് പറയുന്നതിന് ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി വാല്യൂ 3 ബിറ്റ്സ് ഗ്രൂപ്പ് ആക്കിയിട്ടാണ് എഴുതേണ്ടത്. 001 ആണ്. ഇനി 2ൻ്റെതാണെങ്കിൽ 010. പോയിന്റ് എന്താണ് വന്നിട്ടുള്ളത്? നെക്സ്റ്റ് 2 തന്നെയാണ് വന്നിട്ടുള്ളത്. സോ എനിക്ക് എഴുതാം 010. സോ നിങ്ങൾ നോക്കുവോ, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1010.01 എന്നുള്ളതല്ലേ. അതല്ലേ നമുക്ക് ഇവിടെ ഉള്ള ബൈനറി വാല്യൂ എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഹൗ വി കൺവേർട്ട് an octal number to a binary number. ഇനി സിമിലർലി നമുക്കിനി ഹെക്സാഡെസിമൽ ജസ്റ്റ് നോക്കാം. ഹെക്സ് ടു ബൈനറി ചെയ്യുമ്പോൾ തന്നിട്ടുള്ള എക്സാമ്പിൾ തന്നെ നോക്കാം. 8.4 ബേസ് 16. ഇതിനെയാണ് എനിക്ക് ഈക്വലന്റ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് ഡിജിറ്റിനെ 4 ബിറ്റ്സ് വരുന്ന ബൈനറി വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എ എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു 1010. ഓക്കെ, ദെൻ എൻ്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ റാഡിക്സ് പോയിന്റ് ആണ് വരുന്നത്. ദെൻ ദിസ് 4ന് ഈക്വലന്റ് ആയിട്ടുള്ള 4 ഡിജിറ്റ് ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 0100 അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കൂ 1010.01. ആ വാല്യൂ തന്നെയല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതല്ലേ നമ്മുടെ ബൈനറി വാല്യൂ ഈക്വലന്റ് ആയിട്ടുള്ള വരുന്നത്. സോ ദിസ് ഇസ് ഹൗ വി കൺവേർട്ട് എ ഹെക്സ് നമ്പർ ടു ബൈനറി നമ്പർ. ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഒക്ടൽ നമ്പറിനെ ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒക്ടൽ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 12.2 ബേസ് 8 ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഒക്ടൽ വാല്യൂവിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അതിന്റെ ബൈനറി കാണണം. ബൈനറി വാല്യൂ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 3 ബിറ്റ്സ് ഉള്ള ഗ്രൂപ്പ്സ് ആയിട്ട് ഇതിനെ എടുത്തെഴുതും. ആ കിട്ടിയിട്ടുള്ള ബൈനറി വാല്യൂസിനെ എന്ത് ചെയ്യണം? 4 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ട് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂ എടുത്തെഴുതിയാൽ നമുക്ക് ഹെക്സാഡെസിമൽ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ കിട്ടും. നമുക്ക് നോക്കാം. 12.02 എന്ന് പറയുന്നത് 3 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പായി നമ്മൾ എഴുതി കഴിഞ്ഞാൽ 001 അത് 1ന്റെ ഈക്വലന്റ്, 2ന് ഈക്വലന്റ് ആയിട്ട് 010 എടുത്തെഴുതി. 0.2 എന്ന് പറയുന്നത് 010. 3 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ അതായത് 001.010 ഇതിനെ ഞാൻ 4 ബിറ്റ്സ് വരുന്ന ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ 1010. ദെൻ ഇങ്ങോട്ടേക്ക് എനിക്ക് ഫുള്ളും സീറോസ് ആണ് വരുന്നത്. സോ ഈ വാല്യൂ 0 ആയിട്ട് മാറും. 1010ന് ഈക്വലന്റ് ആയിട്ടുള്ള ഹെക്സ് വാല്യൂ എന്ന് പറയുന്നത് എ ആണ്. അത് ഞാൻ എടുത്തെഴുതി. 0.010 ഇത് 3 ബിറ്റ്സേ ഉള്ളൂ. സോ ഒരു 0 ഞാൻ ഇവിടെ അപ്പൻഡ് ചെയ്തു. നൗ ദിസ് ബിക്കംസ് 0100 വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പൊ എനിക്ക് എന്ത് വാല്യൂ കിട്ടി? ഈക്വലന്റ് ആയിട്ടുള്ള ഹെക്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 8.4 കിട്ടിയില്ലേ? അത് തന്നെയല്ലേ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതാണ് ഒക്ടലിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്. നമുക്കിനി ഒരു കൺവേർഷൻ കൂടെ നോക്കാനുണ്ട്. അതായത് എനി നമ്പർ സിസ്റ്റം ടു ഡെസിമൽ നമ്പർ സിസ്റ്റം കൺവേർഷൻ. ഏതൊരു നമ്പർ സിസ്റ്റത്തിൽ നിന്നും ഡെസിമലിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നുള്ളത് നമുക്കൊരു ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എക്സാമ്പിൾ ആയി എടുത്തിട്ട് ചെയ്ത് നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ബൈനറി വാല്യൂ 1010.01 ബേസ് 2 എന്നുള്ളതാണ്. അതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇക്വലന്റ് ഡെസിമൽ വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് രണ്ടും വെയിറ്റഡ് നമ്പർ സിസ്റ്റംസ് ആണ്. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഓരോ പൊസിഷനിലെയും ഈക്വലന്റ് ആയിട്ടുള്ള വെയിറ്റേജ് എടുത്തെഴുതുക എന്നുള്ളതാണ്. അത് എടുത്തെഴുതുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വാല്യൂ വരിക? ഇത് 2 പവർ 0 ആണ്, ഇത് 2 പവർ 1 ആണ്,
ഇത് 2 പവർ 2 ആണ്, ഇത് 2 പവർ 3 ആണ്. ബൈനറി നമ്പർ സിസ്റ്റം ആയതുകൊണ്ടാണ് നമ്മൾ 2 എന്ന വാല്യൂ അത് കഴിഞ്ഞ് ആ പൊസിഷണൽ വാല്യൂ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഈ റാഡിക്സ് പോയിന്റ് റൈറ്റിലോട്ട് എങ്ങനെയാണ് വരിക? 2 പവർ -1, 2 പവർ -2 ഇങ്ങനെയായിരിക്കും വാല്യൂസ് വരിക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം 2 പവർ 0 ഇൻറ്റു 0 ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ കാണാം. 2 പവർ 0 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എത്ര? ആ വാല്യൂ പ്ലസ് 2 പവർ 1 ഇൻറ്റു 1 പ്ലസ് 2 പവർ 2 ഇൻറ്റു 0 പ്ലസ് 2 പവർ 3 ഇൻറ്റു 1 ഇത്രയും ചെയ്യണം. ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാണ്. നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത് 0 വരുന്ന പൊസിഷൻസിലെ വെയിറ്റേജ് ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം 0 ഇൻറ്റു വാട്ട് എവർ പൊസിഷണൽ വെയിറ്റേജ് ഈസ് ദർ ഇറ്റ് ബിക്കംസ് 0. സോ നമ്മൾ അത് അപ്പാടെ എലിമിനേറ്റ് ചെയ്ത് കളയാണ് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ. ദെൻ അങ്ങനത്തെ കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് റിമൈനിങ് പാർട്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മനസ്സിലാവും. 2 പവർ 1 എന്ന് പറയുമ്പോൾ 2 ആണ് വരിക. 2 ഇൻറ്റു 1 2 വരും. പ്ലസ് 2 പവർ 3 എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 1 8 പ്ലസ് 2 ചെയ്താൽ 10 കിട്ടും. ഇനി നേരത്തെ നമ്മൾ 0 വരുന്ന പോർഷനിലെ വാല്യൂസ് ഒന്നും കണക്കിലെടുക്കണ്ട എന്ന് പറഞ്ഞല്ലോ. അതിന് വരെ ഇവിടെ 2 പവർ 0, 2 പവർ 1, 2 പവർ 2, 2 പവർ 3 എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഈ ലെഫ്റ്റിലോട്ട് റാഡിക്സ് പോയിന്റിന്റെ ലെഫ്റ്റിലോട്ടുള്ള പൊസിഷണൽ വെയിറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ഇൻ കേസ് ഓഫ് ബൈനറി നമ്പർ കേട്ടോ, 1 2 4 8 16 32 ലെഫ്റ്റിലോട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ 64 128 256 512 1024 2048 അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ നോക്കും 2 പവർ 0 ഈക്വൽ ടു 1 അല്ലേ, 2 പവർ 1 ഈക്വൽ ടു 1 അല്ലേ, 2 പവർ 2 ഈക്വൽ ടു 4 അല്ലേ, 2 പവർ 3 ഈക്വൽ ടു 8 അല്ലേ. സിമിലർലി അങ്ങോട്ടേക്ക് അങ്ങ് ആ വാല്യൂസ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട കേസസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇൻ കേസ് നമുക്ക് 1010 എന്നാണ് വാല്യൂ തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1 2 4 നമുക്ക് വേണ്ട 8 8 2 10 ഒറ്റയടിക്ക് നമുക്ക് ഈ വാല്യൂ 10 ആണ് ഈക്വലന്റ് ഡെസിമൽ എന്ന് എടുത്ത് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഈ റാഡിക്സ് പോയിന്റിന്റെ റൈറ്റിലോട്ടാണെങ്കിൽ നിങ്ങൾ നോക്കൂ 2 പവർ -1 2 പവർ -1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ്. 2 പവർ -2 എന്ന് പറയുമ്പോൾ 1/4 ആണ്. ഇനി ഇവിടെ 2 പവർ -3 കൊടുക്കുകയാണെങ്കിൽ 1/8 ആണ്. അപ്പൊ ഇവിടെ ഈ റൈറ്റിലോട്ട് നമ്മൾ ഈ തന്നിട്ടുള്ള ബൈനറി നമ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ 1 വരുന്ന സീറോസ് വരുന്ന കേസസ് എല്ലാം നേരത്തെ പോലെ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഈ 1 വരുന്ന പൊസിഷനിലെ വെയിറ്റേജ് എന്ന് പറയുന്നത് 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഇക്വലന്റ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ 1/4 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ നമുക്ക് കിട്ടുക? എത്രയാണ് കിട്ടുക? നമുക്ക് ആക്ച്വലി 0.25 അല്ലേ കിട്ടുക? ആ വാല്യൂ ആണ് ഈ ഫ്രാക്ഷണൽ പോയിന്റിന്റെ റൈറ്റിലോട്ട് വരിക. ഓക്കെ, ഇനി ഇത് അങ്ങോട്ട് എടുത്ത് എഴുതുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 10.25 ബേസ് 10. ഓക്കെ, ഇതിപ്പോ ബൈനറിയുടെ കേസ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പൊസിഷണൽ വെയിറ്റേജ് 2 പവർ 0, 2 പവർ 1 അങ്ങനെ എഴുതി പോയത്. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ബൈനറി നമ്മൾ ഒക്ടൽ ടു ഡെസിമൽ ആണ് ചെയ്തിരുന്നതെങ്കിൽ ഈ പൊസിഷണൽ വെയിറ്റേജ് 8 പവർ 0, 8 പവർ 1, 8 പവർ 2 അങ്ങനെ വേണമെങ്കിൽ കൊടുത്തു പോവാം. ഇനി ഹെക്സാ ഡെസിമൽ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 16 പവർ 0, 16 പവർ 1 അങ്ങനെ അങ്ങ് ചെയ്തു പോകും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് കൺവേർഷൻ ഓഫ് നമ്പർ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.